ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ എന്തൊരു അസുഖവും രോഗവും അതെന്തുമായിക്കൊള്ളട്ടെ അത് മാറാനും അതൊന്ന് കുറഞ്ഞു കിട്ടാനും വേണ്ടി ചൊല്ലേണ്ടുന്ന ലളിതാ സഹസ്രനാമത്തിലെ ഒറ്റവരി മന്ത്രവും ഒപ്പം തന്നെ ഈ ഫെബ്രുവരി മാസത്തിലെ മൈത്രേയ മുഹൂർത്തം ത്രിപുഷ്കര ദ്വിപുഷ്കര യോഗങ്ങൾ വരുന്ന ദിവസങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ലളിതാ സഹസ്രനാമത്തിലെ ഒറ്റവരി മന്ത്രം എന്ന് പറയുമ്പോൾ എല്ലാവരും ലളിതാ സഹസ്രനാമം ചിലപ്പം ജപിക്കുന്നവരായിരിക്കും. ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കുന്നവർക്ക് ഇത് ജപിക്കാവോ എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പവുമില്ല, ചൊല്ലാവുന്നതാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ലളിതാ സഹസ്രനാമം ജപിക്കുന്നില്ല, ഞങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം അത് നമ്മുടെ വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ പനി, ചുമ, ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ അത് കോമൺ ആയിട്ട് നമുക്ക് വരുന്നതാണ്. അതിനപ്പുറത്തേക്ക് തൈറോയിഡ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതൊക്കെ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുക, അതേപോലെ മറ്റെന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു 48 ദിവസമോ 21 ദിവസമോ അത് മനസ്സിൽ ഓർത്ത് അത് കുറയണം, അത് പൂർണ്ണമായിട്ടും ഭേദമാവണം എന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. 2 രീതിയിൽ ചൊല്ലാം. അതായത് ഇപ്പോൾ കഴിക്കുന്ന മെഡിസിൻസൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ മെഡിസിൻ അതൊരു ബോക്സിലാണെങ്കിൽ ആ ബോക്സ് അതേപോലെ നമ്മുടെ കയ്യിലെടുത്ത് പിടിച്ചിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം ചൊല്ലാം. അതിന് താല്പര്യമില്ലെങ്കിൽ നമുക്ക് വെറുതെ അമ്മയോട് മനസ്സിൽ എൻ്റെ ഈ രോഗം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ, മക്കളുടെ, അച്ഛൻ്റെ, അമ്മയുടെ ആരുടെയും ആയിക്കൊള്ളട്ടെ, ആർക്ക് വേണ്ടിയിട്ടും ആരുടെ അസുഖം ഭേദമാകണമെങ്കിലും ആദിപരാശക്തിയായ ദേവിക്ക് മുൻപിൽ അത് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. കാരണം എല്ലാവർക്കും ചിലപ്പം ഈ ഒരു ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചു എന്ന് വരില്ല. ചിലരൊക്കെ കേൾക്കുകയായിരിക്കും ചെയ്യുന്നത്. ചിലർ നവമി, ചതുർദശി അതേപോലെയുള്ള ദിവസങ്ങളിലും ചൊവ്വ, വെള്ളി, കർത്തവാവ്, പൗർണമി ദിവസങ്ങളിലൊക്കെ മാത്രം ചൊല്ലുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒറ്റ ലൈൻ എല്ലാ ദിവസവും ചൊല്ലാം. ഇപ്പോൾ അടുത്ത സംശയം വരുന്നത് പീരിയഡ്സ്, പുല, വാലായ്മ. നിങ്ങളിത് ഒരു കാരണവശാലും 21 ദിവസമോ 48 ദിവസത്തെയോ ഒരു സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ നിർത്തണ്ട. പീരിയഡ്സ് പുലയൊക്കെ വന്നു കഴിഞ്ഞാൽ മനസ്സിൽ ചൊല്ലിയാൽ മതിയാവും. അതേപോലെ തന്നെ നോൺ വെജ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാം. അതുമാത്രമല്ല, ഇപ്പം അസുഖങ്ങൾ കൂടുതലാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറി വേണമെന്നുള്ളവരാണെങ്കിൽ നമ്മൾ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ ചൊല്ലുന്നത് ആ സമയത്ത് കുളിച്ച് ശുദ്ധിയായി നോൺ വെജൊക്കെ ഒഴിവാക്കി വീട്ടിലുള്ള ദേവിക്ക് മുൻപിൽ ഒരു ദീപം കൊളുത്തി വെച്ചിട്ട് അങ്ങനെ ചൊല്ലാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ എങ്ങനെ ചൊല്ലണമെന്ന് തീരുമാനിക്കുന്നത്. ഇനി ആ മന്ത്രം ഇതാണ്: സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി. സർവവ്യാധി പ്രശമനി എന്ന് പറഞ്ഞാൽ ആദിക്കും വ്യാധിക്കുമുള്ള മരുന്നാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മൾ അമ്മയോടടുക്കുമ്പോൾ നമുക്ക് മനപ്രസാദവും മുഖപ്രസാദവും ലഭിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആദിവ്യാധികൾ, ആകുലതകളൊക്കെ ഒഴിയും. ദേവിയോടടുക്കും തോറും നമുക്ക് മനസ്സിനും മുഖത്തിനും തെളിവ് വന്ന് നമ്മുടെ രോഗങ്ങളും നമ്മുടെ ആവശ്യമില്ലാത്ത ചിന്തകളുമൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. നമുക്ക് നമ്മുടെ എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള മുക്തി ലഭിക്കും. അതുപോലെ അടുത്തതെന്ന് പറയുന്നത് സർവമൃത്യു നിവാരിണി. മരണത്തോടുള്ള നമ്മുടെ ഭയം, ചിലർക്ക് മരണഭയം ഉണ്ടാവും. അതേപോലെ തന്നെ അകാല മരണം, നേരത്തെയുള്ള മരണം. ഇപ്പം നമ്മുടെ ജാതകത്തിൽ ചിലപ്പം അകാല മരണമൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഈ ഒരു ചാൻറ്റിങ്ങിലൂടെ അത് നമുക്ക് മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് മരണഭയമുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ ഒറ്റ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് സർവവ്യാധി പ്രശമനി സർവമൃത്യു നിവാരിണി, ഈ ഒരു മന്ത്രം നമ്മൾ എല്ലാ ദിവസവും 48 പ്രാവശ്യം ജപിക്കുക എന്നുള്ളതാണ്. രാവിലെ വൈകിട്ട് അങ്ങനെയൊന്നുമില്ല. ഏതൊരു സമയത്താണോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന ഒരു സമയം, അതിപ്പം എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ജപിക്കാൻ പറ്റുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് നല്ലത്. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ പറ്റുന്ന സമയത്ത് എല്ലാ ദിവസവും ജപിക്കുക. ഇപ്പോൾ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ വിളക്ക് കൊളുത്തി അതിന് മുൻപിലിരുന്ന് ജപിച്ചാൽ മതിയാവും. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന ഒരു സമയത്ത് സ്വസ്ഥമായിട്ട് ദേവിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി രോഗങ്ങൾ മാറിയാലും നമുക്കിത് ജപിക്കാം. കാരണം
ചെറിയ ചെറിയ രോഗങ്ങൾ നമുക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് വളരെ തീക്ഷണമായ രോഗങ്ങളൊന്നും നമുക്കും നമ്മുടെ മക്കൾക്കും ഭർത്താക്കന്മാർക്കും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വരരുതേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ജപിക്കാം. കാരണം ഇന്നത്തെ കാലത്തെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് രോഗങ്ങളെന്ന് പറയുന്നത് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പം അത് മാറി ഒന്നിടവിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ മാറി നമുക്ക് നല്ല ആരോഗ്യമുണ്ടാവാൻ വേണ്ടി നമുക്ക് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇനി ഫെബ്രുവരി മാസത്തിലെ മൈത്രേയ മുഹൂർത്തമാണ്. ജനുവരി മാസത്തിലെ മൈത്രേയ മുഹൂർത്തം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിൻ്റെ മഹിമ അറിയണം എന്നുണ്ടെങ്കിൽ മൈത്രേയ മുഹൂർത്തം എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് നോക്കിയാൽ മതി. ഒരുപാട് പേർക്ക് നല്ല ഫലം കിട്ടിയിട്ടുള്ളതാണിത്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു കവർ എടുക്കണം. ഇപ്പോൾ നമ്മൾ കല്യാണ കവറോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുത്തുകളൊക്കെ വരുന്ന പോസ്റ്റൽ കവറുകളോ എന്താണെങ്കിലും മതിയാവും. അതെടുത്തിട്ട് ഒരു ബേ ലീഫ് എടുത്തിട്ട് അതിൽ ഞാൻ ഈ പറയുന്ന പർട്ടിക്കുലർ ദിവസം സമയം നോക്കി കടം തീരണമെന്ന് എഴുതി നമ്മുടെ കയ്യിലുള്ള പൈസ അത് 1 രൂപ നാണയമാണെങ്കിലും അതും പച്ചക്കർപ്പൂരവും കൂടി നമ്മൾ ആ കവറിനുള്ളിൽ വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിലെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 11 ബുധനാഴ്ചയാണ് വരുന്നത്. ബുധനാഴ്ച അർദ്ധരാത്രിയിലാണ് വരുന്നത്. അതായത് രാത്രി 12:32 ആരംഭിച്ചിട്ട് 2:42 അവസാനിക്കും. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരി 11 ബുധനാഴ്ച തുടങ്ങുന്ന ആ ഒരു സമയത്താണ് നമുക്ക് മൈത്രേയ മുഹൂർത്തം വരുന്നത്. വൃശ്ചിക ലഗ്നവും അനിഴം നക്ഷത്രം 3-ാം പാദത്തിലുമാണ് നമ്മുടെ മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഫെബ്രുവരി 22 ഞായറാഴ്ചയാണ്. രാവിലെ 9:22 11:09 ഇടയ്ക്ക് മേടലഗ്നവും അശ്വതി നക്ഷത്രം 3-ാം പാദത്തിലുമാണ് രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു ഡേറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന പർട്ടിക്കുലർ സമയത്ത് വേണം നമ്മൾ ഈ ഒരു കവറിൽ പൈസ എടുത്ത് വെക്കാൻ. കവറിൽ പൈസ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് കടം കൊടുക്കാനുണ്ട്. ഇപ്പോൾ ലോൺ അടയ്ക്കാനൊക്കെ പൈസ ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആ എമൗണ്ട് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുകയോ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയോ ചെയ്യും. ഇപ്പോൾ സ്വർണ്ണപ്പണയം, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്, ആരുടെ കയ്യിൽ നിന്നും കടം മേടിച്ചത്, ഇതൊക്കെ നമുക്ക് നേരിട്ട് കൊടുക്കും. ഈ പൈസ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത് പോലെ ബേ ലീഫ് എടുത്ത് കടം തീരണമെന്ന് എഴുതി നമ്മൾ 1 രൂപയെങ്കിലും ആ ബേ ലീഫിനോടൊപ്പം നമ്മളെടുത്ത് വെക്കേണ്ടത്. ആ ഒരു പൈസ നമ്മുടെ കടം തീർന്നു കഴിയുമ്പോൾ കുലദൈവ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ കൊണ്ടിടാം. അല്ലെങ്കിൽ അതിനോട് കുറച്ചുകൂടി പൈസ ചേർത്തിട്ട് നമുക്ക് ക്ഷേത്രത്തിലോട്ട് ആവശ്യമായ വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ഒരിക്കലും ആ പണം യൂസ് ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അതേപോലെ തന്നെ ഒരു മാസമൊക്കെ ആയി കഴിയുമ്പോൾ പച്ചക്കർപ്പൂരം അലിഞ്ഞു പോയാൽ പുതിയ പച്ചക്കർപ്പൂരം വെക്കണം. ബേ ലീഫിൽ നമ്മൾ കടം തീരണം എന്നുള്ളത് അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ആ എഴുതി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആ ബേ ലീഫ് കത്തിച്ച് കളഞ്ഞിട്ട് പുതിയ ബേ ലീഫ് നമ്മൾ എടുത്താൽ മതിയാകും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലെ ത്രിപുഷ്കര യോഗമാണ്. ഈ ഫെബ്രുവരി മാസം നമുക്ക് ദ്വിപുഷ്കര യോഗം വരുന്നില്ല, പകരം ത്രിപുഷ്കര യോഗം മാത്രമേ ഉള്ളൂ. അപ്പം ത്രിപുഷ്കര യോഗം ആദ്യത്തേത് വരുന്നത് 2026 ഫെബ്രുവരി 24 ചൊവ്വാഴ്ചയാണ് വരുന്നത്. സമയം രാവിലെ 6:57 മുതൽ 7:01 വരെ. അതായത് കുറച്ച് മിനിറ്റുകൾ മാത്രമേ നമുക്ക് ആ ഒരു സമയത്തെ ത്രിപുഷ്കര യോഗമുള്ളൂ. രണ്ടാമത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 2026 ഫെബ്രുവരി 28 ശനിയാഴ്ചയാണ്. അത് രാവിലെ 6:54 തുടങ്ങിയിട്ട് 9:35 ആകുമ്പോഴേക്കും അവസാനിക്കും. അതും കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സ്വർണം, വെള്ളി, പുതിയ വസ്ത്രങ്ങൾ, വീട്ടിലോട്ടുള്ള ഗ്രഹോപകരണങ്ങൾ, വാഹനം മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്, മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻസ് മേടിക്കുന്നത്, കടം കൊടുക്കുന്നത്, കടം വാങ്ങുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ ചെയ്യരുത്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് വീണ്ടും 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഹോസ്പിറ്റലിൽ പോകുന്ന പോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാനിറങ്ങിയാലും വീണ്ടും നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ദൂരയാത്ര, ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ആ സമയത്ത് ഒഴിവാക്കണം. കാരണം ആ സമയത്ത് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ വീണ്ടും അതേ കാര്യത്തിന് നമുക്ക് പോവേണ്ടതായിട്ട് വരും. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം സക്സസ്ഫുള്ളായി, ഇപ്പോൾ ഒരു വർക്കൊക്കെ നമുക്ക് കിട്ടുന്നു, അത് നമ്മൾ സൈൻ ഇട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും അതേ യോഗം നമ്മളെ തേടി വരുന്നത് കൊണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ലളിതാ സഹസ്രനാമത്തിൽ ഈ ഒരു മന്ത്രം ചൊല്ലാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഫലം ലഭിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.